ഗൺമാന്മാരുടെ മർദ്ദനക്കേസിൽ വിശദീകരണം നൽകാൻ കൂടുതൽ സമയം തേടിയിരിക്കുകയാണ് ADGP. വിശദമായ മറുപടി തയ്യാറാക്കാൻ സമയം ആവശ്യമുണ്ട്. DGPക്ക് ഇന്നലെ നൽകിയ മറുപടിയിലാണ് ADGPയുടെ ആവശ്യം. കേസിൽ റിപ്പോർട്ട് നൽകുമ്പോൾ വയനാട്ടിൽ ആയിരുന്നുവെന്ന് ADGP MR അജിത് കുമാർ പറയുന്നു. വിവരങ്ങളുമായി MS വീണയാണ് നൽകുന്നത്. വീണ, അതായത് ഈ നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഏറെ നാണക്കേടായി പോയ കേസാണ് അല്ലേ രാഖി? തീർച്ചയായും. എന്തായാലും ഈ രക്ഷാപ്രവർത്തനം അത് ആരും അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഗൺമാന്മാരുടെ മർദ്ദന കേസാണ്. അന്ന് സർക്കാർ ഇരുന്നപ്പോൾ വല്ലാതെ സംരക്ഷിച്ചു പോന്നു. പക്ഷേ പുതിയ സർക്കാർ വന്നപ്പോൾ അത് അവരുടെ അഭിമാന പ്രശ്നമാണ്. കാരണം അവരുടെ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തി. എന്തായാലും ADGP പറയുന്നത് ഒരു മറുപടി നൽകണമെങ്കിൽ അതിൽ ഒരു കുറച്ചധികം സമയം വേണം എന്നുള്ളതാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? ഈ ADGPയുടെ ആവശ്യം പരിഗണിക്കാൻ സാധ്യതയുണ്ടോ വീണ? രാഖി, അതിര ADGP MR അജിത് കുമാറിന്റെ ആവശ്യം DGP പരിഗണിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, നിലവിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ പിണറായി വിജയനും സർക്കാരിനുമൊക്കെ ഏറെ തിരിച്ചടി നൽകിയ ഒരു സംഭവം കൂടിയായിരുന്നു. നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നതിന്റെ പേരിലാണ് മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ ഇത്തരത്തിൽ അക്രമം അഴിച്ചുവിട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളരെ രൂക്ഷമായിട്ട് തന്നെ അവർക്ക് വലിയ തരത്തിൽ ശാരീരിക പരിക്കുകൾ ഏൽക്കുന്ന തരത്തിൽ ആക്രമണം നടത്തി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു അന്വേഷണത്തിന് UDF സർക്കാർ അധികാരമേറ്റപ്പോൾ പ്രഥമ പരിഗണന നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണത്തിനാണ്. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. തുടർന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം വൈകുന്നതിലും റിപ്പോർട്ട് സമർപ്പിക്കാൻ വൈകുന്നതിലും രൂക്ഷമായ വിമർശനം മുന്നണിക്കകത്തു നിന്നും ഉയർന്നതിന് പിന്നാലെയാണ് അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചത്. DGPക്ക് അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ തന്നെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് DGP നിയമോപദേശം തേടുകയും ചെയ്തിരുന്നു. അതടക്കം വാർത്തയായ സാഹചര്യമുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ADGP MR അജിത് കുമാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം DGPക്ക് വിശദീകരണം നൽകിയിരിക്കുന്നത്. DGP ഇതുമായി ബന്ധപ്പെട്ട ADGPയോട് വിശദീകരണം തേടിയിരുന്നു. തനിക്ക് വിശദീകരണം നൽകാൻ കുറച്ചുകൂടി സമയം അനുവദിക്കണമെന്നാണ് ആ മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അന്ന് ഈ റിപ്പോർട്ട് വരുമ്പോൾ താൻ വയനാട്ടിലായിരുന്നു, സ്ഥലത്തില്ലായിരുന്നു എന്ന അടക്കം വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ തന്നെ ആ യാത്രാരേഖകൾ അടക്കം DGPക്ക് നൽകിയ മറുപടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഈ ഒരു സാഹചര്യത്തിൽ പുറത്തു വരുന്നത്. ഒപ്പം തന്നെ അതിൽ രൂക്ഷമായിട്ടുണ്ടായിരുന്ന ഒരു ആരോപണം, അന്ന് അന്വേഷണം നടന്നത് ആലപ്പുഴയിലാണെങ്കിൽ ആ ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി അതിന്റെ തെളിവുകൾ പരിശോധിക്കുകയും ഉദ്യോഗസ്ഥരോട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അട്ടിമറിക്ക് ADGPയുടെ ഭാഗത്തുനിന്ന് നീക്കം നടത്തുമെന്നുള്ള ഒരു ആരോപണം അടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ താൻ അത്തരത്തിൽ ഉദ്യോഗസ്ഥരെ കണ്ടിട്ടില്ല, അവരെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തിയിട്ടില്ല എന്നുകൂടി DGP അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വിശദീകരണത്തിന് സമയം തേടിയിട്ടുള്ള സാഹചര്യത്തിൽ ADGPക്ക് DGP സമയം അനുവദിക്കുവാനുള്ള സാധ്യതയാണുള്ളത്. കൃത്യമായിട്ടുള്ള മറുപടി ലഭിക്കേണ്ടതുണ്ട്. കാരണം തുടർ നടപടികൾ എടുക്കുമ്പോൾ അതിൽ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ വീഴ്ച സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സമയം അനുവദിക്കേണ്ടി വരും. ഒപ്പം തന്നെ വിശദമായിട്ടുള്ള പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും തുടർ നടപടി കൊണ്ടുപോകുക. നിയമോപദേശം തേടിയതിൽ അതുമായി ബന്ധപ്പെട്ട് ലഭിച്ച മറുപടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും DGP തുടർ നടപടി സ്വീകരിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആതിര, രാഖി. ശരി വീണു.